ആളുകൾ ആവശ്യത്തിനില്ലെങ്കിൽ കാണിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കുറേ നേരം കുത്തിയിരുന്നിട്ട് പോന്നു. ഒരു തിയേറ്ററിലേ ഉള്ളൂ ഇവിടെ ഷോ ആയിട്ട്. സെയിം സെക്സ് റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് ഓൾവേസ് ടെൻഡർ. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊന്നും ശരിക്കും. ഐ തിങ്ക് ദാറ്റ് സോഷ്യൽ മീഡിയ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇതെല്ലാം ഇതിനെ മാറ്റാനുള്ള കേപ്പബിലിറ്റി വെക്കുന്നവരാണ്. മൂവി വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സമൂഹത്തിൽ സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉള്ള ഒരുപാട് അനീതികളും അസമത്വങ്ങളും ക്രൂരതയും എല്ലാം നിലനിൽക്കുമ്പോഴും അതിനൊന്നും ആർക്കും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഈ ഒറ്റപ്പെട്ട രണ്ട് സ്ത്രീകൾ പരസ്പരം മനസ്സിലാക്കുന്നു, അവർ സ്നേഹിക്കുന്നു. അതിനാണ് ഈ സമൂഹത്തിൽ ഇത്ര വലിയ കോലാഹലം ഉണ്ടാക്കുകയും അവരെ രണ്ടുപേരെയും ഇത്രത്തോളം ദുഃഖത്തിൽ ആക്കുകയും ചെയ്യുന്നതിൽ അതിനകത്തൊക്കെ എന്താണ് അതിൻ്റെയൊക്കെ പ്രസക്തി എന്നാണ് നമ്മൾ എല്ലാ മനുഷ്യരെയും മനസ്സിലാക്കുകയും വേറെ ആരെയും ഇവർ ഉപദ്രവിക്കുന്നില്ല, അവർ ജീവിക്കാൻ പോലും അവരെ സമ്മതിക്കുന്നില്ല. അപ്പം അതിനെപ്പറ്റി നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഇത്രയും ഭംഗിയായിട്ട് ഈ മൂവി ഡയറക്റ്റ് ചെയ്തു. അതിനകത്തെ ആക്ടേഴ്സ് ഓരോരുത്തരും അവരവരുടെ പാട്ട് ഇത്ര നന്നായിട്ട് ചെയ്തു. അങ്ങനെയുള്ള മൂവികൾ കാണാൻ വളരെ പ്രയാസമാണ്. പക്ഷെ ആളുകളിലേക്ക് ഇത് എത്തണം. അതെനിക്ക് തോന്നുന്നു പലരും മനസ്സിലാക്കി ഇങ്ങനൊരു മൂവി ഉണ്ടെന്ന് അറിയുന്നത് തന്നെ വളരെ. ഒരു തിയേറ്ററിലേ ഉള്ളൂ ഇവിടെ ഇത് ഷോ ആയിട്ട് കാട്ടാക്കട. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ഇല്ലല്ലോ. ഞങ്ങൾ പല മൂവികളും ഇതുപോലെ നല്ല മൂവികൾ കാണാൻ പോകുമ്പം ഒരിക്കൽ ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എന്താണെന്ന്, ഈ ആളുകൾ ആവശ്യത്തിനില്ലെങ്കിൽ കാണിക്കില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ കുറേ നേരം കുത്തിയിരുന്നിട്ട് പോന്നു. പുലിയാട്ടം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അത് കാണുന്നതിന് ഒരു തരക്കേടുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നതാണ്, എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഇത് കണ്ടതുകൊണ്ട് ആരും വഴിതെറ്റിപ്പോകാനോ ഇങ്ങനെയൊന്നും പോകുന്നില്ല. ആളുകളെ നമ്മൾ മനസ്സിലാക്കുക. പല വിധത്തിലുള്ള ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. പിന്നെ വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ല, അവർ ജീവിക്കുന്നു, അവരെ ജീവിക്കാൻ അനുവദിക്കുക. സീ ഓഫ് ലവ് ഒരു വളരെ സെൻസിറ്റീവ്, വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഐ മീൻ ആവശ്യമില്ലാത്തൊരു സെൻസേഷണലിസം അതൊന്നുമില്ലാതെ ആക്ച്വൽ ക്യാരക്ടേഴ്സും അവരുടെ ജീവിതവും പിന്നെ ആ ഒരു ബാക്ക്ഡ്രോപ്പും മ്യൂസിക്കും സിനിമാറ്റോഗ്രഫിയും എല്ലാം കൊണ്ടും നമ്മൾ ആ ക്യാരക്ടേഴ്സിലും നമുക്കൊരു പേഴ്സണൽ ഒരു ഇൻവോൾവ്മെൻറ്റ് തോന്നും. വളരെ നല്ല സിനിമയാണ്. അത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നമ്മളുടെ ഒരു സിനിമ കൾച്ചറിൻ്റെ ഒരു ഭാഗം തന്നെയായിരിക്കും ചിലപ്പോൾ. ആ ഒരു ഇന്ത്യ മൂവീസിനെ കുറച്ചുകൂടെ ഒന്ന് സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു വൈഡ് റീച്ച് കിട്ടാത്തതിൻ്റെ ഒരു കുഴപ്പമായിരിക്കും. ബട്ട് ഐ തിങ്ക് ദാറ്റ് സോഷ്യൽ മീഡിയ നിങ്ങളെ പോലത്തെ ആൾക്കാർ ഇതെല്ലാം ഇതിനെ മാറ്റാനുള്ള കേപ്പബിലിറ്റി വെക്കുന്നവരാണ്. സോ പോസിറ്റീവ് വേർഡ് ഓഫ് മൗത്ത് ആ ഒരു ബസ് ക്രിയേറ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി. കാരണം നമ്മളുടെ ഒരു ഫിലിം വ്യൂയിങ് കൾച്ചർ എന്ന് പറഞ്ഞാൽ വളരെ ഇവോൾവ് ആയിട്ടാണ്. IFFK ഉള്ള റെസ്പോൺസ് നമുക്കറിയാമല്ലോ. സോ ഐ തിങ്ക് ദാറ്റ് ആ രീതിയിൽ ഇത് മാറും. മേ ബി ഈ സിനിമ തന്നെ ഞാനൊരു ബ്രേക്ക് ത്രൂ ആയാലുമായി. അതുകൊണ്ടാണ് നല്ല സിനിമയാണ്. അയ്യോ, ഭയങ്കര ബ്യൂട്ടിഫുള്ള്, ഭയങ്കര സെൻസിറ്റീവാണ്. ഒരു സെൻസിറ്റീവ് തീമാണ്. ഇറ്റ്സ് സോ വെരി ടെൻഡർലി ടേക്കനാണ്. പാട്ടും ഫോട്ടോഗ്രാഫിയും എവറിത്തിങ്. ആൻഡ് ദെൻ അതിൻ്റെ ഹോൺബിലിനെയും കൂടെ കാണിക്കുന്നുണ്ട്. അവരുടെ റിലേഷൻഷിപ്പും ഇതൊക്കെ എന്തോ ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഹാഡ് മീ ഇൻ ടിയേഴ്സ്. അയ്യോ, ഒരു നല്ല ഫിലിം എന്ന് പറഞ്ഞാൽ ആ അഭിനയം പെർഫെക്റ്റ് ആയിരിക്കുമല്ലോ. അത് നമ്മൾ ആ ഫിലിമിൽ അങ്ങ് ലയിച്ചു പോകും. നമ്മൾക്ക് ശരിക്കും തോന്നും, സങ്കടം തോന്നും. ആ കുട്ടിയുടെ അടുത്ത് സൊസൈറ്റി ഇങ്ങനെയാണല്ലോ. നമ്മളും സൊസൈറ്റിയുടെ ഒരു പാട്ടൊക്കെ അല്ലേ. നമ്മളൊക്കെ ഈ ഇങ്ങനത്തെ റിലേഷൻഷിപ്പിനെ ഇങ്ങനെയല്ല സാധാരണ നമ്മൾ കാണുന്ന പോലെ അല്ല കാണേണ്ടത്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ്. അത് നമ്മുടെ സൊസൈറ്റി ശരിക്കും ഈ സിനിമ എല്ലാവരും കാണണമെന്നാണ് ഞാൻ പറയുന്നത്, കുട്ടികളൊക്കെ പ്രത്യേകിച്ചും. എന്നിട്ട് അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. ഈ റിലേഷൻഷിപ്പ് ആണും പെണ്ണും തമ്മിലുള്ള ആ ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പ് പോലെ തന്നെയാണ് സെയിം സെക്സ് റിലേഷൻഷിപ്പ്. ഇറ്റ് ഈസ് ഓൾവേസ് ടെൻഡർ. സത്യം പറഞ്ഞാൽ എനിക്ക് കരച്ചിലൊന്നും ശരിക്കും എന്തോ ഇറ്റ് മൂവ്ഡ് മീ എന്ന് പറയില്ലേ, നമ്മുടെ മനസ്സിൽ തട്ടി. ഞാൻ കരയാന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാഡ് മീ ഇൻ ടിയേഴ്സ്. നമ്മുടെ മൂവ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു വിഷമം തോന്നുക. വണ്ടർഫുൾ ഫിലിം. എല്ലാവരും ഇത്രയും അവാർഡ് കിട്ടുമെന്ന് എനിക്കറിയാം. മീര എല്ലാം മറ്റേ കുട്ടി രണ്ടുപേരും ബ്യൂട്ടിഫുൾ. അത് അതോ ഡയറക്ടറാണ് ഞാൻ സമ്മതിക്കുന്നത്. ശരിക്കും ഇത്ര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് എന്തുകൊണ്ട് അവർ രണ്ടുപേരും അടുക്കുന്നത്? അത് രണ്ട് ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. പക്ഷേ എങ്ങനെ അടുക്കുന്നത്? വാട്ട് എവർ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫിലിം. എവറി വൺ ഷുഡ് സീ ഇറ്റ്. എല്ലാവരും കാണണം.